അൽഫാം മന്തിയുടേതാണ്. ഈ ഒരു മന്തി നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന മന്തിയേക്കാൾ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായി 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ വേണ്ടത് കറുകപ്പട്ട, പിന്നെ 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പു ഒരു 3ഓ 4ഓ, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്തത്. മല്ലി ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റോളം ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. അതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാനിവിടെ ടീസ്പൂണാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ മല്ലി ചേർത്തിട്ടില്ല എങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ദാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, പിന്നെ മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ. ഒരു നാരങ്ങ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പോളം റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പം ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു തക്കാളിയുടെയും നാരങ്ങ നീരിൻ്റെ ഒക്കെ ആ ഒരു വെള്ളമുണ്ട് ഇതിലുള്ളത്. നാരങ്ങ നീര് ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു മസാല ചിക്കൻ പീസസിൽ തേച്ച് ഒരു 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ 20 മിനിറ്റോളം ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 4 കപ്പ് അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ചോറ് ഇവിടെ വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം തിളച്ച് വരുമ്പം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 90% വേവിച്ചെടുക്കാം കേട്ടോ. ബാക്കി 10% നമ്മൾ ദമ്മിലിടുമ്പോൾ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ചോറ്. ഇനി ഇത് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മന്തി റൈസ് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഇതിപ്പോൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അപ്പം നേരത്തെ 1/4 കപ്പ് ഓയിൽ ചേർത്തായിരുന്നു ആ ഒരു മസാലയിൽ. പിന്നെ 1/2 കപ്പ് ഓയിലും കൂടിയാണ് കേട്ടോ. ബാക്കി വന്ന മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ചിക്കൻ പീസസ് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും 15 മിനിറ്റോളം ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മറുവശവും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ആ ഒരു ഓയിലിൽ തന്നെ മല്ലി 1 ടേബിൾ സ്പൂൺ, ബേ ലീഫ്, ഡ്രൈഡ് ലെമൺ, പിന്നെ ഏലക്ക, പട്ട ഇത്രയും ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, സവാള, പിന്നെ തക്കാളി എല്ലാം ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി ക്യാപ്സിക്കവും പകുതി തക്കാളി പകുതി ഒനിയനുമാണ് എടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരുമാണ് കേട്ടോ ചേർത്തത്. ഇനി ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം.
പിന്നെ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു റൈസ് ദം ചെയ്യുമ്പോൾ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ മാറ്റി വെച്ച ആ ഒരു മസാല ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചോറിട്ട് കൊടുക്കാം. പിന്നെ മുകളിലായിട്ട് ആ മാറ്റി വെച്ച മസാല ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 8 10 പച്ചമുളക് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി വെക്കാം. പിന്നെ ബാക്കി വന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, ആ മസാലയിലേക്ക് അല്പം ഓയിലും കൂടി ഒഴിച്ചുകൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചിക്കൻ പീസസിന്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ബാക്കി വന്ന മസാല ഈ ഒരു ചിക്കൻ പീസസിൽ എല്ലാത്തിനും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പീസസ് റൈസിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്മോക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടി നടുക്കൊരു പാത്രം വെക്കാം. അതിലേക്ക് ചാർക്കോളും കൂടി കത്തിച്ച് വെച്ച് അടച്ചു വെക്കാം കേട്ടോ. 20 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലെല്ലാം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ചിക്കനും നല്ലപോലെ വെന്തിട്ടുണ്ട്. റൈസും നല്ല ഒരു 10% കൂടി ഉണ്ടായിരുന്നത് അതും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ മസാല എല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു മന്തി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണിത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.